ഹായ് ഗൈസ്, എല്ലാവർക്കും വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബ്രോഡ് സ്റ്റേജ് ടാറ്റു സ്റ്റുഡിയോയിലാണ്. ഇന്ന് നമ്മൾ അച്ചയ്ക്ക് ടാറ്റു അടിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ടാറ്റു അടിക്കുന്ന ചേട്ടൻ ശ്യാം ചേട്ടനാണ്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലൂടെ കാണാം. ഇതാണ് അപ്പോൾ നമ്മുടെ ശ്യാം ചേട്ടൻ. പറയൂ ചേട്ടന് ഇത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തത്? അച്ഛ വന്നിട്ട് നമുക്കൊരു കോൺസെപ്റ്റ് തന്നായിരുന്നു, ഇങ്ങനെ ഒരു തീമിൽ ശിവന്റെ ഒരു ടാറ്റു വേണം എന്നുള്ള രീതിയിൽ. അങ്ങനെ ചേട്ടൻ വരച്ച് പുതിയൊരു ഡിസൈൻ അച്ഛന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയി വരച്ചിട്ടാണ് നമ്മൾ ഈ ഡിസൈനിലേക്ക് എത്തിയത്. ഓക്കെ, എന്ത് ടാറ്റു ആണ് അച്ഛൻ ചെയ്യുന്നത്? ഇന്ന് നമ്മൾ ചെയ്യണത് ഒരു അഘോരി ശിവ എന്നുള്ളൊരു കോൺസെപ്റ്റിലുള്ള ടാറ്റു ആണ്. അപ്പൊ വേദന എടുക്കണ്ട? ഏയ്, വേദനയൊന്നുമില്ല. നോ പെയിൻ നോ ഗെയിൻ. നല്ല സുഖം. വേദനയേ ഇല്ല. എങ്ങനെയാണിത് വരച്ചുണ്ടാക്കിയത്? വരച്ചുണ്ടാക്കാന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ടാറ്റു ചെയ്യുമ്പോൾ ഇപ്പോൾ അച്ഛൻ വന്നൊരു ഡിസൈൻ പറഞ്ഞു തന്നു. അപ്പം ചേട്ടൻ അതിന് പറ്റുന്ന രീതിയിലുള്ള എലമെന്റുകളൊക്കെ എടുത്തിട്ട് അച്ഛനായിട്ട് ഒരു ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഫൈനൽ ഔട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. അത് നമ്മൾ വരയ്ക്കുന്നത് ഡിജിറ്റലി നമ്മൾ വരച്ച് ഡ്രോയിങ് വരച്ച് അച്ഛനെ കാണിച്ചു കൊടുത്ത് അച്ഛൻ അതിൽ ഓക്കെ ആയതിനു ശേഷമാണ് നമ്മൾ ടാറ്റൂയിലേക്ക് കിടക്കുന്നത്. അതെ, അതായത് നമ്മൾ ടാറ്റു ചെയ്യുന്നതിന് മുന്നായിട്ട് 2-3 സെഷൻ ഇരുന്ന് സംസാരിച്ച് നമ്മൾ ഡിസൈൻ ബേസിലുള്ള കാര്യങ്ങളൊക്കെ അച്ഛന് പറഞ്ഞ് കൊടുത്ത് മനസ്സിലാക്കി അച്ഛൻ അതിൽ 100% ഓക്കെ ആയാലാണ് നമ്മളത് ടാറ്റു ആയിട്ട് കൺവേർട്ട് ചെയ്യുള്ളൂ ഡിസൈനിലേക്ക്. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ആ സംസാരത്തിന്റെ ഇടയിൽ നമ്മൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ അനിവാര്യമാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ചെയ്യും. ഓക്കെ, നമ്മളിപ്പോ ഇതൊരു ഹാഫ് സ്ലീവ് ടാറ്റു ആണ്, അതായത് ഒരു കൈയിന്റെ പകുതി വരുന്ന ടാറ്റു ആണ്. ശരിക്കും നമ്മൾ അങ്ങനെ ഒരു ടാറ്റു ചെയ്യുമെങ്കിൽ പൊതുവെ 5 to 6 മണിക്കൂറാണ് സമയം വേണ്ടി വരുന്നത്. നമ്മളിപ്പോ തുടങ്ങിയിട്ട് ഒരു 3 മണിക്കൂറായി. അടുത്ത 2-3 മണിക്കൂറിൽ ഇതൊരു വലിയ ടാറ്റു അല്ലേ? അപ്പോൾ ഒരു വലിയ ടാറ്റു നമ്മൾ പലതരത്തിലുള്ള വീതിയുള്ള വരകൾ ഉണ്ടാവും, ഷെയ്ഡ് ഉണ്ടാവും. അപ്പോൾ ഓരോന്നിനും നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് സൂചിയാണ് ഉപയോഗിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇങ്ക് ആണെങ്കിൽ നമ്മൾ ഇങ്കിന്റെ ഒപ്പാസിറ്റി അനുസരിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, ഇത് നമ്മുടെ ശ്യാം ചേട്ടൻ വരച്ചതാണ്. ഇത് നല്ല ഭംഗിയുണ്ട്, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ചേട്ടാ, ഇത് ആർട്ടിസ്റ്റിന് മാത്രമാണ് ചെയ്യാൻ പറ്റുക അതോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? ടാറ്റു പൊതുവെ പഠിച്ചാൽ പ്രോപ്പറായി പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ടാറ്റു ചെയ്യാം. പക്ഷെ ആർട്ടിസ്റ്റ് ആയിട്ട് ഒരാൾക്ക് ടാറ്റു ചെയ്യുകയാണെങ്കിൽ അവർ ക്രിയേറ്റീവ് ഡിസൈൻസുകൾ ഉണ്ടാക്കിയിട്ട് ടാറ്റു ചെയ്യാൻ പറ്റും. ഇപ്പൊ അച്ചയ്ക്ക് ഇപ്പോൾ ഈ ഡിസൈൻ ടാറ്റു ചെയ്യുന്നത് ചേട്ടൻ വരച്ചിട്ട് ചെയ്തിട്ടുള്ളത്. അത് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്കാണ് കൂടുതലായിട്ടും ക്രിയേറ്റീവ് ഡിസൈൻസുകൾ വരച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അതിനെ കൊമേഴ്ഷ്യൽ ടാറ്റു എന്നാണ് പറയാം. ഓക്കെ, ഇവിടെ എല്ലാ സാധനങ്ങളിലും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാറ്റു ചെയ്യുമ്പോൾ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താ പറയുക, വേറെ തരത്തിലുള്ള ഒന്നും ടാറ്റുവിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗ്ലൗസ് ഇടുന്ന ടാറ്റു ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്നായാലും ഹൈജീൻ അല്ലാത്ത രീതിയിലുള്ള ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ടാറ്റു ചെയ്യുന്ന ആൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഹൈജീനായിട്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം. മനസ്സിലായോ? എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? സ്റ്റുഡിയോ തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ ഒരു 4 വർഷമായി ഇവിടെ സ്റ്റുഡിയോ തുടങ്ങിയിട്ട്. അതിന് മുന്നേ ചേട്ടൻ ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. പടമൊക്കെ വരയ്ക്കുമായിരുന്നു. പടം വരച്ച് പിന്നെ അതിൽ നിന്ന് ടാറ്റുവിലേക്ക് കടന്നതാണ്. ടാറ്റുവിലേക്ക് കടന്നിട്ട് 2 വർഷത്തോളം ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 4 വർഷമായിട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഇട്ട് ചെയ്തു. അത് വരച്ച പടങ്ങൾ തന്നെയാണ്. ചേട്ടൻ്റെ പോലെ തന്നെ വേറെ ആർട്ടിസ്റ്റുകളുടെ വർക്കുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളതാണ് സ്റ്റുഡിയോ. എത്ര നാളായി ഈ ടാറ്റു ചെയ്യാൻ തുടങ്ങിയിട്ട്? ചേട്ടൻ ടാറ്റു ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 5 വർഷത്തിൽ മേലെ ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ടാറ്റുവിന്റെ ഫിനിഷിംഗ് സ്റ്റേജ് കാണാം.
ഇതേപോലത്തുള്ള കോൺസെപ്റ്റ് ടാറ്റൂസ് ചെയ്യണമെങ്കിൽ ഷംചാറിനെ ബന്ധപ്പെട്ടിട്ട് ചെയ്യുക. ഞാൻ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം. ബൈ.